Good morning, everyone. This is the first class on informatics. First thing we have to understand is what is informatics. Informatics is the study of the behavior and structure of any system that generates, stores, processes, and then presents information. Okay. അപ്പം ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതുമായ ഏതൊരു സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെയും ബിഹേവിയറിനെയും പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇൻഫർമാറ്റിക്സ്. അതായത് നമ്മൾ ഇൻഫർമാറ്റിക്സിനകത്ത് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഏതൊരു സിസ്റ്റം ആണോ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സിസ്റ്റംസ്, അത് കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ഡിവൈസസ് ആവാം, അങ്ങനെയുള്ള ഡിവൈസസിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഇൻഫർമാറ്റിക്സ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സിസ്റ്റത്തിനെയും പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഇൻഫർമാറ്റിക്സ്. അപ്പം നമ്മൾ ഇതിൽ പഠിക്കുന്നത് പക്ക ഐ ടി ആണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നത്. നിങ്ങളുടെ ബാക്കി സബ്ജക്ട്സുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ് ഇൻഫർമാറ്റിക്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻട്രഡക്ഷൻ ടു കമ്പ്യൂട്ടർ ബേസിക്സ്, അതായത് കമ്പ്യൂട്ടർ ബേസിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസ്, പിന്നെ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എക്സെട്ര. അപ്പം അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കമ്പ്യൂട്ടർ ആസ് വി ഓൾ നോ, എല്ലാവരും കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം എന്താണ് കമ്പ്യൂട്ടർ, നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ബട്ട് ബൈ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് കമ്പ്യൂട്ടർ. ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് സിസ്റ്റം, അത്രയും എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് സിസ്റ്റം. അപ്പം എന്താണ് ഈ കമ്പ്യൂട്ടർ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഇൻഫർമേഷൻ രൂപത്തിൽ തരുന്നു. അതാണ് നമ്മൾ ബേസിക്കായിട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ഡാറ്റ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റയെ നമ്മൾ പറയുന്നതാണ് ഇൻപുട്ട്. ആ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്ത്, അതായത് നമ്മുടെ ഡാറ്റ, നമ്മൾ കൊടുത്ത ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇൻഫർമേഷനായിട്ട് തിരിച്ച് തരുന്ന ഇലക്ട്രോണിക് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ജനറേഷനും ഹിസ്റ്ററിയും ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലെടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് 3 ടൈപ്സ് ആണുള്ളത്: അനലോഗ് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, പക്ഷേ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ പക്ക ബേസ്ഡ് ഓൺ പവർ, സൈസ്, അതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. പവറും സൈസും അതിൻ്റെ സ്റ്റോറേജൊക്കെ ടെക്നോളജി യൂസ് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. അന്നേരത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കാറ്റഗറീസ് ആയിരുന്നു മിനി കമ്പ്യൂട്ടേഴ്സ്, മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. പക്ഷേ ഇപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പറേഷൻ, എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ വെച്ചാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ടൈപ്സ് ആണ് വരുന്നത്: അനലോഗ്, ഡിജിറ്റൽ, ഹൈബ്രിഡ്. അപ്പം അനലോഗ് കമ്പ്യൂട്ടർ എന്താണ്, ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്താണ്, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് മുന്നേ ഞാൻ പറയാം, നിങ്ങളിപ്പം ഡിജിറ്റൽ സ്റ്റുഡിയോസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. നമുക്ക് പണ്ടുള്ള സ്റ്റുഡിയോസ് നിങ്ങൾക്കറിയാമെന്നറിയില്ല, നിങ്ങളെ പാരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടാൻ ലേറ്റ് ആവും. പക്ഷേ ഇപ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് ഫോട്ടോ കിട്ടും. അതാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. ജസ്റ്റ് നിങ്ങൾ ആ ഡിജിറ്റൽ എന്നുള്ള ടേം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ,
പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്ന പലതരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ലൈക്ക് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, വർക്ക് സ്റ്റേഷൻസ്, പിന്നെ മൊബൈൽ ഡിവൈസസ്, ലാപ്ടോപ്സ്, നോട്ട്ബുക്സ്, പാം ടോപ്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ ടൈപ്സ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് IT ആൻഡ് ഇൻ്റർനെറ്റ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണ് IT-യുടെയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയും കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഒരു മെയിനായിട്ട് നമ്മൾ എന്തിനാണ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനിപ്പം ഏതോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, നിങ്ങളത് റിസീവ് ചെയ്യുന്ന വേറെ സ്ഥലത്ത് നിന്നിട്ടാണ്. അതിനെയാണ് ഇൻഫർമേഷൻ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും കണ്ടിന്യൂ വിത്ത് ദ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. എന്താണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്? Analog computers are those that work with natural phenomena and physical values and are used for a specific purpose. അതായത് നമ്മൾ എന്തെങ്കിലും നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ ഫിസിക്കൽ വാല്യൂസൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, നാച്ചുറൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സീസ്മോഗ്രാഫ്. അതുപോലെ തന്നെ ഫിസിക്കൽ വാല്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, ലെങ്ത്ത്, വോളിയം, അതുപോലെ ടൈം, അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. പിന്നെ ഈ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന്, ഇപ്പോൾ സീസ്മോഗ്രാഫ് അത് എർത്ത് ക്വേക്കിൻ്റെ ഇത് മാഗ്നിറ്റ്യൂഡൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ ടെമ്പറേച്ചർ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. അതേപോലെ സ്പീഡ് മെഷർ, ഇപ്പോൾ നിങ്ങൾ സ്പീഡ് മെഷർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണെങ്കിൽ അത് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നിങ്ങൾ ഹൈവേയിലൊക്കെ പോലീസുകാരുടെ സ്പീഡ് മെഷർ ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്. അതേപോലെ നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ പറയുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. പിന്നെ അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? ഇറ്റ് പെർഫോംസ് എ സ്പെസിഫിക് ടാസ്ക് ആൻഡ് നോ മൾട്ടി ടാസ്കിങ്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഡിവൈസസിനെ കൊണ്ട് വേറെ നമുക്ക് ടാസ്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അത് ഉണ്ടാക്കിയേക്കുന്നത് ആ ഒരു ടാസ്ക് മാത്രമേ ഇങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് വർക്ക്സ് ഓൺ കണ്ടിന്യൂസ് ഡാറ്റ ആൻഡ് ഗിവ്സ് കണ്ടിന്യൂസ് ഔട്ട്പുട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസിനെയാണ് അനലോഗ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ വാച്ച് എടുക്കുകയാണെങ്കിൽ വാച്ചിൽ ടൈം കണ്ടിന്യൂസ് ആയിട്ട് അത് റൺ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാതെ ഇപ്പോൾ 12 മണി കഴിഞ്ഞാൽ അതവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ അതേപോലത്തെ സീസ്മോഗ്രാഫിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എത്ര പ്രാവശ്യം എർത്ത് ക്വേക്ക് വരുന്നോ അപ്പോഴൊക്കെ നമുക്ക് വാല്യൂ കാണിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് ടൈം ആണെങ്കിൽ നമുക്ക് എപ്പോൾ വാച്ചിൽ നോക്കിയാലും നമുക്ക് ടൈം കാണാൻ പറ്റും. അപ്പം അങ്ങനെ. അടുത്തത് നോ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വാല്യൂ ഒരിക്കലും സ്റ്റോർഡ് ആയിരിക്കില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു വാച്ചിൽ നമുക്ക് ടൈം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതേസമയത്ത് ഫോണിലൊക്കെയാണ് നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ അനലോഗ് കമ്പ്യൂട്ടേഴ്സിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവില്ല. പിന്നെ ഔട്ട്പുട്ട് ഓഫ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആർ ഇൻ ദ ഫോം ഓഫ് ഗ്രാഫ്സ്, സിഗ്നൽസ് ആൻഡ് മൂവ്മെൻറ്റ്സ്. അപ്പം ഇങ്ങനെ അനലോഗ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ത് ഫോമിലാണ് ഉണ്ടാവല്? ഗ്രാഫായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൂവ്മെൻ്റ് ആയിട്ട്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആർ ദോസ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് വർക്ക്സ് ഓൺ ദ വാല്യൂ ഓഫ് ഡിജിറ്റ്സ്, ദാറ്റ് ഈസ് 0s and 1. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിനൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ. അത് ബൈനറി ഡിജിറ്റ്സ് ആയിട്ടാണ്, ബൈനറി ഡിജിറ്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും. കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും ഫോണായാലും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പല ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് അതെല്ലാം 0101 എന്ന് പറഞ്ഞ കോഡായിട്ടാണ്
പോവുക. കാരണം കമ്പ്യൂട്ടറിന് അത് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ 0 and 1 വാല്യൂ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവും. അപ്പോൾ ഇതിൽ 0 റെപ്രസെൻ്റ് ചെയ്യുന്ന ഓഫും 1 റെപ്രസെൻ്റ് ചെയ്യുന്ന ഓൺ. ഇപ്പോൾ നമ്മൾ സ്വിച്ചൊക്കെ ഇല്ലേ സാധാരണ നിങ്ങൾ ലൈറ്റ് ഇടുന്ന, ഒരു സ്വിച്ച് ഇട്ട് ഓൺ ആവും, ഒരു സ്വിച്ച് ഇട്ട് ഓഫ് ആവും. അതേ ടൈപ്പ് മെക്കാനിസമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എല്ലാം കോഡ് ചെയ്ത് 010101 എന്ന് പറഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. അതിൻ്റെ ഫീച്ചേഴ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റലിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, അതൊക്കെ ഡിജിറ്റലാണ്. ഓക്കെ. ഫീച്ചേഴ്സ്: ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടി ടാസ്കിങ്. നിങ്ങൾക്ക് ഫോണിലുണ്ട് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് യൂട്യൂബ് യൂസ് ചെയ്യാം, വാട്സപ്പ് യൂസ് ചെയ്യാം, അതേ സമയത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അങ്ങനെ പല ടാസ്കുകളും അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് വർക്ക്സ് ഇൻ എ ഡിസ്ക്രീറ്റ് ഓർ ഡിസ്കണ്ടിന്യൂസ് ഡാറ്റ. നമുക്ക് വാച്ച് പോലെ കണ്ടിന്യൂസ് ഡാറ്റ അല്ല, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ ടൈം കാണിച്ച പോലെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഫോണിലെ ഡാറ്റ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇല്ല. ഡിസ്ക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ടാണ് കിട്ടുക. അല്ലാണ്ട് ടൈം ടു ടൈം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ടല്ല കിട്ടുന്നത്. ഓക്കെ. ആപ്ലിക്കബിൾ ഫോർ ഓൾ ജനറൽ പേർപ്പസസ് ലൈക്ക് ബില്ലിംഗ്, ഡോക്യുമെൻറ്റേഷൻ. നമുക്ക് സാധാരണ എല്ലാ എന്താണ് ജനറൽ പേർപ്പസ് ബില്ലിങ്ങിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനും എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാസ്റ്റർ ദാൻ അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. അനലോഗ് കമ്പ്യൂട്ടേഴ്സിനെക്കാട്ടിലും ഫാസ്റ്റാണ്. അതേപോലെ തന്നെ ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ. അടുത്തത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ആർ ദോസ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ഹാവ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അനലോഗ് systems and works on both discrete and continuous data. തന്നെ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അനലോഗിൻ്റെയും ഡിജിറ്റലിൻ്റെയും മിക്സാണ്. അതിന് ചില അനലോഗിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും, ചില ഡിജിറ്റലിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും. അവർ ശരിക്കും രണ്ട് ഡിസ്ക്രീറ്റ് വാല്യൂയും യൂസ് ചെയ്യും, കണ്ടിന്യൂസ് വാല്യൂയും യൂസ് ചെയ്യും. അനലോഗിൽ എന്താണ്, കണ്ടിന്യൂസ് വാല്യൂ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡിജിറ്റലിൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് ഹൈബ്രിഡിൽ എന്ന് വെച്ചാൽ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡിജിറ്റലിൻ്റെ ഫീച്ചേഴ്സും ഉണ്ടാവും, അനലോഗിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് അപ്പം നമ്മൾ ഇൻഫർമാറ്റിക്സ് പഠിച്ചു, കമ്പ്യൂട്ടർ പഠിച്ചു. പിന്നെ അതിൻ്റെ ടൈപ്സിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഓപ്പറേഷൻ, ഡിജിറ്റൽ അതിൻ്റെ ഫീച്ചേഴ്സ്, അനലോഗ് അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഹൈബ്രിഡ്. ഇത്രയാണ് ഇന്ന് പഠിച്ചത്. താങ്ക് യു.